മണ്ണിലോ അല്ല വിണ്ണിലോ അല്ല നെഞ്ചിലാണ് എന്റെ ചെങ്കൊടി. ജീവിതം തന്നുപോയവർ അന്ന് ചോരയിൽ തീർത്ത എന്റെ ചെങ്കൊടി. ഓർമ്മയിൽ എത്രയോ ഓർമുഖം ഞങ്ങളിൽ ജ്വാലകൾ തീർത്തിടുന്നു ലാൽസലാം. നെഞ്ചിലെ താളവും ഈ കുലാബിനോളവും ഒത്തുചേർന്നു ഒന്നുപോലെ ലാൽസലാം. അന്ന് ചങ്കുറപ്പിനുള്ളിലായി ചേർത്തുവെച്ച ചെങ്കൊടി ചന്തമോടെ പാറിടുന്നു നല്ല നാടിനാ. ലാൽസലാം 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 ലാൽസലാം. അത് കൃത്യമായി ലഭിക്കുക എന്നുള്ളതും ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതും ഈ ഒരു പ്രസ്ഥാനത്തിന്റെ പിറവിയുടെ തന്നെ ലക്ഷ്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ മേഖലയിലുള്ള നമ്മുടെ സേവന വേതന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇന്നലെ ആബാലവൃദ്ധൻ ജനങ്ങൾ അണിനിരന്നുകൊണ്ട് രോഷത്തോടുകൂടി തങ്ങൾക്ക് അവകാശപ്പെട്ട സാമ്പത്തിക ആനുകൂല്യങ്ങൾ പിടിച്ചു വാങ്ങിക്കാൻ ആവശ്യമായ പോരാട്ടം കേരളത്തിന്റെ തെരുവീഥികളിൽ സംഘടിപ്പിക്കുകയുണ്ടായി. ആ ഒരു സമരത്തിന്റെ തുടർച്ച എന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. നമ്മൾ സംസ്ഥാന സർക്കാർ ജീവനക്കാർ, സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് പെൻഷൻ എന്ന് പറഞ്ഞാൽ ജീവിത സുരക്ഷയെ തുലാസിലാക്കുന്ന ഒരു നയസമീപനം കുറച്ചു കാലമായി ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി അതിന്റെ സാമ്പത്തിക നയത്തിന്റെ ഭാഗമായി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് നമ്മുടെ പെൻഷൻ നഷ്ടപ്പെട്ടത് NPS ആയി മാറിയത്. ആ NPS അവസാനിപ്പിച്ച് ഇന്നത് UPS ആക്കി മാറ്റിക്കൊണ്ട് കണ്ണിൽ പൊടിയിടാൻ കേന്ദ്ര ഗവൺമെന്റ് ശ്രമിക്കുന്നുണ്ടെങ്കിലും NPS-ഉം വേണ്ട, UPS-ഉം വേണ്ട. നമുക്ക് വേണ്ടത് സ്റ്റാറ്റ്യൂട്ടറി പെൻഷനാണ്. നിർവചിക്കപ്പെട്ട ആനുകൂല്യം ഉറപ്പുവരുത്തുന്ന സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ OPS വേണമെന്നുള്ള ഏറ്റവും ശമ്പള പരിഷ്കരണം എന്ന് പറയുന്നത് കേവലം വേതനം പുതുക്കുക മാത്രമല്ല, അതിലുപരിയായി ജീവനക്കാരുടെ വ്യത്യസ്തങ്ങളായ പുതിയ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കാനുള്ള ഒരു സന്ദർഭമായിട്ട് കൂടി ശമ്പള പരിഷ്കരണത്തെ ഞങ്ങൾ കണക്കാക്കുകയാണ്. അതുകൊണ്ട് ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡ് ഈ സമരത്തിന്റെ ഭാഗമായി ഉന്നയിക്കുകയാണ്. അതുപോലെ തന്നെ DA-യും ശമ്പള പരിഷ്കരണവും തരുന്നതിന് ആനുപാതികമായിട്ട് തുക കേന്ദ്രത്തിന് ലഭിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡ് കൂടി ഉന്നയിക്കുന്നു. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആനുകൂല്യമായിട്ടുള്ള മെഡിസപ്പ് നേരത്തെ റീഇംബേഴ്സ്മെന്റ് പകരമായി മെഡിസപ്പിൽ ധാരാളമായിട്ടുള്ള അപാകതകളുണ്ട്. അത് പരിഹരിക്കണം. ജീവനക്കാരന്റെ വീട് എന്ന സ്വപ്നം പ്രാവർത്തികമാക്കുന്ന HBA ഇന്ന് കൃത്യമായി നടക്കുന്നില്ല. HBA ആകർഷകമാക്കണം, അത് ഫലപ്രദമായി നടപ്പിലാക്കണം തുടങ്ങിയ ഡിമാൻഡുകൾ കൂടി ഇതിന്റെ ഭാഗമായി ഉന്നയിക്കുകയാണ്. രാജ്യത്തിന്റെ മതേതരത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് രാജ്യത്തെ ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റുന്നതിന് വേണ്ടി മാത്രമായി രൂപപ്പെടുത്തിയ ഒരു വിദ്യാഭ്യാസ നയം NEP 2020 അത് ഇന്ത്യൻ പാർലമെന്റ് നടപ്പിലാക്കി വരികയാണ്. വിവിധ സംസ്ഥാനങ്ങളിൽ നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ വിഭജിച്ചുകൊണ്ട് വലിയ തോതിൽ വർഗീയ വിഷം കുത്തിവെച്ചുകൊണ്ട് രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ വിഭാഗീയതയുടെ വിഭജനത്തിന്റെ ഒരു വിഷം എന്നുള്ള നിൽക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അസംഘടിത മേഖലയിലെ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം 800, 1000, 1500 എന്നുള്ള നിലയിലേക്ക് നിൽക്കുന്നുവെങ്കിൽ ആ സാഹചര്യം രൂപപ്പെട്ടതെന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ശക്തന്റെ സിവിൽ സർവീസിനെ പരിമിതപ്പെടുത്തുന്ന തരത്തിലേക്ക് മാറുന്നു. ആ സിവിൽ സർവീസിനെ പരിമിതപ്പെടുത്തുമ്പോൾ അവർ അവിടെ കരാർവൽക്കരണം നടപ്പിലാക്കുന്നു. ആ കരാർവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് അവിടെ ഏറ്റവും ഉയർന്ന തസ്തികകളിലേക്ക് പോലും സ്ഥിര നിയമനമല്ല കരാർ നിയമനം നടത്തുന്നു. അവിടെയാണ് ജോയിന്റ് സെക്രട്ടറി തസ്തിക, അതുപോലെ തന്നെ ഡെപ്യൂട്ടി സെക്രട്ടറി തസ്തിക, അതുപോലെ തന്നെ മറ്റ് തസ്തികകൾ
ഇവിടെയൊക്കെ തന്നെ ലാറ്ററൽ എൻട്രി വഴി സ്വകാര്യ മേഖലയിൽ നിന്നും പ്രാവീണ്യം കടമെടുത്തുകൊണ്ട് നമ്മുടെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടണമെന്ന ആ ലാറ്ററൽ എൻട്രി സംവിധാനം ഇത്തരത്തിലുള്ള കരാൽവൽക്കരണം രാജ്യത്തിന്റെ നിയമ വ്യവസ്ഥതയെ ചോദ്യം ചെയ്യുന്നതാണ്. നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയെ അട്ടിമറിക്കുന്നതാണ്. രാജ്യത്തിന്റെ ഭരണഘടന വിഭാവന ചെയ്യുന്ന റിസർവേഷൻ അട്ടിമറിക്കുന്ന തരത്തിലേക്കാണ്. അതുകൊണ്ട് ഇതിൽ നിന്നും പിന്മാറണമെന്നുള്ളതാണ് രാജ്യത്ത് ആകെ തന്നെ സംബന്ധിച്ചിടത്തോളം ഇരട്ട എഞ്ചിൻ സർക്കാരുകൾ അധികാരത്തിലിരിക്കുന്ന സ്ഥലങ്ങളിലാകെ തന്നെ കരാൽവൽക്കരണം വ്യാപകമാക്കുന്നു. മണിപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം മണിപ്പൂരിൽ ഇരട്ട എഞ്ചിൻ സർക്കാരാണ്. സിവിൽ സർവീസിനെ പരിമിതപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ ഒക്കെ തന്നെ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള രാജ്യത്താകെ തന്നെ PSC നിയമനം നടന്നപ്പോൾ അതിൽ നമ്മുടെ സംസ്ഥാനത്ത് നടന്നിട്ടുള്ള കേരള PSC മുഖാന്തരം നടന്നിട്ടുള്ള നിയമനം എന്ന് പറയുന്നത് 34,110 നിയമനങ്ങളാണ് എങ്കിൽ ആ 34,110 നിയമനങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്തെ ഈ രാജ്യത്തിന്റെ നെറുകയിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നത് എന്നുള്ള വസ്തുത യാഥാർത്ഥ്യം നാം കാണേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് പ്രതിസന്ധി ഘട്ടങ്ങളെ നമുക്ക് തരണം ചെയ്യാൻ സാധിക്കുന്നത്. ആ പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ സിവിൽ സർവീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായിട്ടും സിവിൽ സർവീസിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതോടൊപ്പം ഇതിലേക്ക് പോകണമെന്നുള്ള ഒരു മുദ്രാവാക്യമാണ് FSCT പ്രസ്ഥാനം വെച്ചിട്ടുള്ളത്. ആ FSCT പ്രസ്ഥാനം അത്തരത്തിലുള്ള ഒരു മുദ്രാവാക്യം വെക്കുന്നതിന് നമുക്ക് ഇന്നലകളിൽ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നലകളിലെ ശമ്പള പരിഷ്കരണത്തെ സംബന്ധിച്ചുള്ള വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ട്, നമുക്ക് അറിവുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം 1957 മുമ്പായിരുന്നാലും ശരി തന്നെ, അല്ലെങ്കിൽ 1957 പ്രത്യേകത എന്ന് പറയുന്നത് ഇടതുപക്ഷ അന്ന് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭാധികാരത്തിൽ വരുന്നു. സഖാവ് EMS നേതൃത്വത്തിലുള്ള മന്ത്രിസഭാധികാരത്തിൽ വരുന്നു. ആ മന്ത്രിസഭയില് ആദ്യത്തെ മന്ത്രിസഭയിൽ ഒരു മാസം പിന്നിട്ടപ്പോ ഉത്തര മലബാർ NGO അസോസിയേഷന്റെ സമ്മേളനം, ആ ഉത്തര മലബാർ NGO അസോസിയേഷന്റെ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് അന്ന് മുഖ്യമന്ത്രി സഖാവ് EMS പ്രഖ്യാപിച്ചതെന്ന് പറഞ്ഞത്, ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞത്, ജീവനക്കാരുടെ ആനുകൂല്യങ്ങളും അവകാശങ്ങളും പ്രധാനമാണ്, പക്ഷേ അതിനേക്കാൾ പ്രധാനമാണ് അത് ചോദിക്കാനുള്ള അവകാശം എന്നുള്ളതാണ്. അങ്ങനെ അതിനേക്കാൾ പ്രധാനമാണ് അത് ചോദിക്കാനുള്ള അവകാശം എന്നുള്ള നിലയിലേക്ക് വന്നപ്പോൾ ഇന്നലകളിൽ ഈ സമരം ചെയ്യുന്നതിന് വേണ്ടി അതിന് സംഘാടക സമിതി വിളിച്ചു കൂട്ടാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള പ്രതിഷേധ ധർണകളും ഒക്കെ തന്നെ നടത്തുമ്പോൾ ആ ധർണയിൽ നേതൃത്വം കൊടുത്തിരുന്ന ആൾക്കാർ സർവീസിൽ നിന്നും പിരിച്ചുവിട്ടിരുന്നുവെങ്കിൽ അതിനുശേഷമുള്ള കാലഘട്ടം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ധർണാ സമരം ഉണ്ടായി MLA-മാരും മന്ത്രിമാരും MP-മാരും വരത്തക്ക തരത്തിലേക്കുള്ള ഒരു മാറ്റം സംജാതമായി എങ്കിൽ ആ മാറ്റമാണ് ഇന്ന് നമുക്ക് ഈ ആയിരക്കണക്കിന് ആൾക്കാർ ഇവിടെ ഒരുമിച്ചിരുന്ന് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ ധർണ നടത്തുവാൻ നമുക്കുണ്ടായിട്ടുള്ള ഒരു ഊർജം എന്ന് പറയുന്നത്. ആ ഊർജത്തിന്റെ അടിസ്ഥാനത്തിലാണ് 1957 ഗവൺമെന്റ്, അത് കഴിഞ്ഞതിന് ശേഷം 1968 ഒന്നാം ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയപ്പോൾ ആ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുന്ന സമയത്ത് കൃത്യമായിട്ടും എഴുതി ചേർത്തതെന്ന് പറയുന്നത്, ശമ്പള പരിഷ്കരണം കേവലം ഇത് ഒരു വർഷത്തത് മാത്രമല്ല, 5 കൂടുമ്പോൾ സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും സേവന വേതന വ്യവസ്ഥകൾ കാലികമായി പരിഷ്കരിക്കപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള അന്ന് 54 ദിവസത്തെ ഐതിഹാസികമായിട്ടുള്ള പണിമുടക്കം. 79 വീണ്ടും അട്ടിമറിക്കാൻ ശ്രമിച്ചു. 78 അന്ന് വീണ്ടും സമരം ചെയ്തു. ആ സമരമാണ് 13 ദിവസത്തെ ഐതിഹാസികമായ പണിമുടക്കം. 83 വീണ്ടും 2 വർഷം കഴിഞ്ഞതിന് ശേഷവും അതുപോലെ തന്നെ ശമ്പള കമ്മീഷനെ നിയമിച്ച് 1 വർഷം കഴിഞ്ഞ് റിപ്പോർട്ട് കിട്ടി 1 വർഷം കഴിഞ്ഞിട്ടും അത് നടപ്പിലാക്കാത്തതിന്റെ ഭാഗമായിട്ട് 1985 ഓഗസ്റ്റ് മാസം 6-ാം തീയതി മുതൽ അനിശ്ചിതകാല പണിമുടക്കം. ആ അനിശ്ചിതകാല പണിമുടക്കത്തിന്റെ മുന്നിൽ ആ സർക്കാർ മുട്ടുമടക്കുകയും ആ 4-ാം ശമ്പള പരിഷ്കരണം അനുവദിക്കുന്ന തരത്തിലേക്ക് വന്നു. 5-ാം ശമ്പള പരിഷ്കരണം 87 സഖാവ് EMS നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് മാസ്റ്റർ സ്കെയിൽ സംവിധാനം കൊണ്ടുവന്നുകൊണ്ട് മാർക്സിസ്റ്റ് സ്കെയിൽ എന്ന് ആക്ഷേപിച്ചുകൊണ്ട് ഉള്ള ഒരു സമീപനമാണ് മനോരമ ഉൾപ്പെടെയുള്ള പത്രദൃശ്യ മാധ്യമങ്ങൾ എടുത്തത് എങ്കിൽ ഒരു മുദ്രാവാക്യം വിളിയുടെ അകമ്പടി പോലും ഇല്ലാതെ 1987 5-ാം ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയെങ്കിൽ 6-ാം ശമ്പള പരിഷ്കരണം എന്ന് പറയുന്നത് 92 പേ ഈക്വലൈസേഷന്റെ പേര് പറഞ്ഞുകൊണ്ട് ക്ഷാമബത്ത അടിസ്ഥാന ശമ്പളത്തിൽ ലയിപ്പിക്കാതെ ഉള്ള ഒരു സംവിധാനം എന്നുള്ള നിലയിലേക്ക് വരികയും അന്ന് ജീവനക്കാർ വാങ്ങിച്ചു കൊണ്ടിരുന്ന ശമ്പളത്തിൽ കേവലം താഴ്ന്ന നിരക്കിൽ ശമ്പളം നിജപ്പെടുത്തുകയും ബാക്കിയുള്ളത് പേഴ്സണൽ പേയിൽ നിജപ്പെടുത്തിയ ഒരേ ഒരു ശമ്പള പരിഷ്കരണമായിരുന്നു
ഓഖി ദുരന്തത്തെയും 2018 മഹാപ്രളയത്തെയും 2019 വെള്ളപ്പൊക്കത്തെയും 2020 കോവിഡിനെയും ഒക്കെ തന്നെ നമുക്ക് വളരെ കൃത്യമായിട്ടും പിടിച്ചു നിർത്താനായിട്ടുള്ളത് എങ്കിൽ അവിടെ കൃത്യമായിട്ട് വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ അതുകൊണ്ട് തന്നെ ഈ സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും അവകാശങ്ങൾ, ആനുകൂല്യങ്ങൾ അത് നിഷേധിക്കാൻ പാടുള്ളതല്ല. അവർക്ക് അർഹതപ്പെട്ടത് കൊടുക്കണമെന്നുള്ളത് കൊണ്ട് ആ ചിന്താഗതിയുടെ അടിസ്ഥാനത്തിലുള്ള തീരുമാനമെടുത്തതിന്റെ ഭാഗമായിട്ടാണ് പ്രതിസന്ധി ഉണ്ടായെങ്കിലും 2020 ശമ്പള പരിഷ്കരണം 2021 നടപ്പിലാക്കിയത്. ആ ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ രമേശ് ചെന്നിത്തല ഒരു പ്രഖ്യാപനം നടത്തി, വാർത്താ സമ്മേളനം നടത്തി, പത്രങ്ങളിലാകെ തന്നെ എഡിറ്റോറിയൽ എഴുതി. എന്താണ് എഴുതിയത്? സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും ഒരു നയാ പൈസ കൂട്ടിക്കൊടുക്കരുത്, 2024 മാർച്ച് മാസം 31-ാം തീയതി വരെ അന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ശമ്പളത്തിൽ നിന്നും 15% വെട്ടിക്കുറയ്ക്കണമെന്നുള്ള തീരുമാനത്തിലേക്ക് പോകുന്നു. അത്തരത്തിലുള്ള വെട്ടിക്കുറവ് നടത്തി മുന്നോട്ട് പോകണമെന്നുള്ള തീരുമാനം എടുത്ത് അതിനുവേണ്ടി പ്രഷർ ചെയ്യുമ്പോൾ അത് സർക്കാർ സംവിധാനം ഇടതുപക്ഷം കേരളത്തിൽ അധികാരത്തിലിരുന്ന സമയത്ത് വളരെ കൃത്യമായിട്ടും സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങളും അവകാശങ്ങളും അത് കൃത്യമായിട്ടും കൊടുക്കുക തന്നെ ചെയ്യും. അതിന്റെ കാരണമെന്ന് പറയുന്നത് സർക്കാരിന്റെ നയപരമായ തീരുമാനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് സർക്കാർ ഓഫീസുകളാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തന കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ, അവകാശങ്ങൾ നൽകുന്നു എന്ന് പ്രഖ്യാപിച്ച രാഷ്ട്രങ്ങളിലാകെ തന്നെ ഓരോ മിനിറ്റും തെരുവോരങ്ങളിൽ മരണം, ഓരോരുത്തരും മരിച്ചു വീഴുന്ന ഒരു സാഹചര്യം. എന്തുകൊണ്ടാണ് അവിടെ സംഭവിച്ചത്? അവിടെ സാമ്പത്തികമില്ലാത്തത് കൊണ്ടാണോ? സാമ്പത്തികമില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് അതുപോലെ തന്നെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പാട്ടകുട്ടി ഈ കോവിഡിനെ തുരത്തണമെന്ന് പറഞ്ഞപ്പോൾ അതിന് പ്രാധാന്യം കൊടുത്ത സംസ്ഥാനങ്ങൾ ഗുജറാത്ത് ആയിരുന്നാലും, മഹാരാഷ്ട്ര ആയിരുന്നാലും, ഉത്തർപ്രദേശ് ആയിരുന്നാലും, ബീഹാർ ആയിരുന്നാലും, ഡൽഹി ആയിരുന്നാലും ഇവിടെയൊക്കെ തന്നെ മരിച്ചത് എത്ര എന്നുള്ള കണക്ക് ഇനിയും എടുത്തിട്ടില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. അവിടെയാണ് നമുക്ക് വളരെ കൃത്യമായിട്ടും അവിടെ സാമൂഹ്യ വ്യാപനം തടയുന്നത് നീട്ടിക്കൊണ്ടുപോകുന്നതിന് വേണ്ടിയും അവിടെ കൃത്യമായിട്ടും കണ്ടെയ്ൻമെന്റ് സോണുകളൊക്കെ തന്നെ ആക്കി മാറ്റുവാനായിട്ട് നമുക്ക് സാധിച്ചത് കേരളം മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു നയസമീപനത്തിന്റെ ഭാഗമായിട്ടാണ്. എന്തുകൊണ്ട് അമേരിക്കയ്ക്കും അതുപോലെ തന്നെ മുതലാളിത്ത രാഷ്ട്രങ്ങൾക്കും ഇത് സാധിച്ചില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുരക്ഷ എന്ന് പറയുന്നത് ഇൻഷുറൻസിന് വിധേയമായിട്ടുള്ള സുരക്ഷയാണ്. ആ ഇൻഷുറൻസ് പദ്ധതിക്ക് അനുസൃതമായിട്ടുള്ള സുരക്ഷയാണ് എങ്കിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രാഥമികാരോഗ്യമായിരുന്നെങ്കിൽ ആ അധ്യാപകരും ജീവനക്കാരിലും 5,21,321 പേരിൽ അതിന്റെ 70%, 69% നമ്മുടെ രാജ്യത്തെ അധ്യാപക മേഖലയിലും അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിലുമുള്ള ആൾക്കാരാണ് എന്നുള്ളത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു വർഷം 39,000 കോടി രൂപ ഇതിന്റെ ഭാഗമായിട്ട് ശമ്പളം ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുവെങ്കിൽ ഈ വിഭാഗത്തിന് വേണ്ടി നമുക്ക് മാറ്റിവെക്കപ്പെടുന്നത് 69% എന്നുള്ള നിലയിലേക്ക് വരുന്നു. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ മേഖലയിലായിരുന്നാലും വിദ്യാഭ്യാസ മേഖലയിലായിരുന്നാലും കൊടുത്തിരിക്കുന്ന പ്രാധാന്യം, ആ പ്രാധാന്യം നമ്മൾ താരതമ്യം ചെയ്യേണ്ടതെന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. 2014 ആരോഗ്യ മേഖലയിലുള്ള തുക വന്ന് ഇപ്പൊ UPS പോയ ഒരു കാലഘട്ടവും ഒക്കെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ഒരു രാജ്യത്ത് എങ്ങനെയാണ് ഭരണ സംവിധാനം അട്ടിമറിക്കുന്നത്, എങ്ങനെയാണ് സിവിൽ സർവീസിനെ പരിമിതപ്പെടുത്തുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഉദാഹരണങ്ങളാണ് ഇതിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇന്ന് പുതിയ ഒരു സംവിധാനത്തിലേക്ക് വരുന്നു. NPS രാജ്യത്ത് നടപ്പിലാക്കിയപ്പോൾ ASF-ന്റെ നേതൃത്വത്തിൽ അതിശക്തമായ തരത്തിലുള്ള പ്രതിഷേധം രാജ്യത്താകെ തന്നെ നടപ്പിലാക്കി. ആ രാജ്യത്താകെ തന്നെ അതിശക്തമായ തരത്തിലുള്ള പ്രതിഷേധം അത് ട്രേഡ് യൂണിയൻ സംഘടനകൾ ഏറ്റെടുക്കുന്നു. അങ്ങനെ ട്രേഡ് യൂണിയൻ സംഘടനകൾ ഏറ്റെടുത്തതിന് ശേഷം അത് ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ആ ഓരോ തെരഞ്ഞെടുപ്പിന്റെയും പ്രധാനപ്പെട്ട വാക്യമാണ്. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഫെഡറൽ തത്വത്തിൽ അധിഷ്ഠിതമായ ഒരു രാജ്യമാണ്. ആ ഫെഡറൽ തത്വത്തിൽ അധിഷ്ഠിതമായ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്തിന്റെ ഫെഡറൽ തത്വം വിഭാവന ചെയ്യുന്നതെന്ന് പറയുന്നത് ശക്തമായ കേന്ദ്രമാണെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ ഭരണകൂടം ശക്തമാണോ എന്നുള്ളത് നോക്കണം. സാമ്പത്തികമായി
ഇന്ന് 2014 64 രൂപയായിരുന്ന ഒരു രൂപയുടെ മൂല്യം 64 രൂപയാണ് എങ്കിൽ ഇന്നത് 85 രൂപ എന്നുള്ള നിലയിലേക്ക് മാറുന്നു. ഓരോ വർഷവും 2 രൂപ എന്നുള്ള നിലയിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് രാജ്യം ശക്തിപ്പെടുന്നത് എന്നുള്ളത് കാണേണ്ടതുണ്ട്. രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം തൊഴിലില്ലായ്മ രൂക്ഷമാകുന്നു എന്ന് സൂചിപ്പിക്കുമ്പോൾ രാജ്യത്ത് 9.2% തൊഴിലില്ലായ്മ എന്നുള്ള നിലയ്ക്ക് നിൽക്കുന്നുവെങ്കിൽ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം 2016 നോട്ട് നിരോധനമായിരുന്നാലും 2017 GST നടപ്പിലാക്കിയതിന്റെ ഭാഗമായിട്ട് ഒറ്റ രാജ്യം ഒറ്റ നികുതി എന്നുള്ള നിലയിലേക്കുള്ള സംവിധാനം നടപ്പിലാക്കിയതിന്റെ ഭാഗമായിട്ട് രാജ്യത്തിന്റെ സാമ്പത്തിക മേഖല തകർന്ന് തരിപ്പണമാവുകയും അതുപോലെ തന്നെ തൊഴിൽ മേഖല ഇല്ലാതാവുകയും ഈ ഒരു നടപടിയിലൂടെ 64 ലക്ഷം തൊഴിൽ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിയിട്ടുണ്ട് എങ്കിൽ 1.5 കോടി തൊഴിലവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ആ നഷ്ടപ്പെട്ടലാണ് ഇന്ന് 9.2% 45 വർഷം. ആദായ നികുതിയെ സംബന്ധിച്ചിടത്തോളം ആദായ നികുതി മുൻ വർഷങ്ങളിൽ ആകെ റവന്യൂ വരുമാനത്തിന്റെ 20% മാത്രമായിരുന്നുവെങ്കിൽ ഇന്നത് 31% എന്നുള്ള നിലയിലേക്ക് വരുന്നുവെങ്കിൽ ആകെ കോർപ്പറേറ്റ് നികുതി 35% ഇന്നത് 26% കുറഞ്ഞുവെങ്കിൽ ഇവിടെ ഈ ഗവൺമെന്റ് ആരെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു അധിക പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. ഇവിടെ കേരളത്തിലെ അധ്യാപകരും ജീവനക്കാരും ഇന്ന് അനുഭവിക്കുന്ന വെല്ലുവിളികൾ, അതുപോലെ തന്നെ പ്രതിസന്ധികൾ, ഇതെല്ലാം പൊതു സമൂഹമാകെ തന്നെ വളരെ കൃത്യമായി കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു. നമുക്ക് ലഭിക്കേണ്ടുന്ന തുക അത് 57,400 കോടി രൂപ. അത് കൃത്യമായ കണക്കാണ്. നിയമസഭയിൽ വളരെ കൃത്യമായി 300 വകുപ്പ് ഉന്നയിച്ചുകൊണ്ട് ബാലഗോപാൽ, നമ്മുടെ ധനകാര്യമന്ത്രി, അതുപോലെ തന്നെ മുഖ്യമന്ത്രി വളരെ കൃത്യമായത് സൂചിപ്പിച്ചിട്ടുണ്ട്. 57,400 കോടി രൂപ അത് നമ്മുടെ നികുതി ഇനത്തിൽ 19,000 കോടി രൂപ. വളരെ കൃത്യമായ കണക്കാണ്. അതുപോലെ തന്നെ നമ്മുടെ റവന്യൂ ഡെഫിഷ്യൻസിയുടെ ഭാഗമായി 12,000 കോടി രൂപ. അതോടൊപ്പം തന്നെ നമ്മുടെ വായ്പാ പരിധിയുമായി ബന്ധപ്പെടുന്നു. അത് കൃത്യമായി ഉണ്ടാക്കിയതാണെന്നും നമുക്ക് നല്ല ബോധ്യമുണ്ട്. അങ്ങനെ പറയുമ്പോൾ കേരളത്തിലെ അധ്യാപകരും ജീവനക്കാരും, പൊതുസമൂഹത്തെ നമുക്ക് ഇപ്പോൾ ഒഴിവാക്കാം. ഇവിടെ ജീവനക്കാരും അധ്യാപകരും അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവൻ സുരക്ഷാ പദ്ധതിയാണ്. ആ സുരക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 2013 മുതൽ നമ്മൾ ചെങ്കൊടി ജീവിതം തന്നു പോയവർ അന്ന് ചോരയിൽ തീർത്ത എന്റെ ചെങ്കൊടി ഓർമ്മയിൽ എത്രയോ ഓർമുഖം ഞങ്ങളിൽ ജ്വാലകൾ തീർത്തിടുന്നു ലാൽസലാം നെഞ്ചിലെ താളവും ഈ കുലാബിനോളവും ഒത്തുചേർന്നു ഒന്നുപോലെ ലാൽസലാം ചമ്പുറത്തിനുള്ളിലായി ചേർത്തു വെച്ച ചെങ്കൊടി ചന്തമോടെ പാറിടുന്നു നല്ല നാടിനാം ലാൽസലാം 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 ലാൽസലാം. മണ്ണിലോ അല്ല വിണ്ണിലോ അല്ല നെഞ്ചിലാണ് എന്റെ ചെങ്കൊടി ജീവിതം തന്നു പോയവർ അന്ന് ചോരയിൽ തീർത്ത എന്റെ ചെങ്കൊടി ഓർമ്മയിൽ എത്രയോ ഓർമുഖം ഞങ്ങളിൽ ജ്വാലകൾ തീർത്തിടുന്നു ലാൽസലാം നെഞ്ചിലെ താളവും ഈ കുലാബിനോളവും ഒത്തുചേർന്നു ഒന്നുപോലെ ലാൽസലാം ചെങ്കൊടി ചന്തമോടെ പാറിടുന്നു നല്ല നാടിനാം ലാൽസലാം 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 ലാൽസലാം
മറിയം ബോഡി ലോഷന് വെല്ലുന്നൊരു ലോഷൻ നമ്മുടെ കയ്യിൽ എത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിംഗും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിനു ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനെ കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും. ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം, പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ, മാറ്റേറും പൊന്നിൻ താരമേ. City Gold and Diamonds, Kerala and Karnataka, the glow of purity.